ആ ഒരു മീറ്റിങ്ങിൽ സാർ എന്നോട് ചോദിച്ചു, ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. മന്ത്ലി അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു അവാർഡ് കിട്ടി. 1 lakh per month അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അതിൻ്റെ ഒരു ഫയറിൽ ഞാൻ അനൗൺസ് ചെയ്തു, വെബിനാർ എന്താണെന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തു. ഇതിലും അവസ്ഥ ഭയങ്കര ശോകമായിരുന്നു. ക്യാമറയിൽ നോക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ലൈറ്റിങ് ശരിയല്ല, ഒന്നും ശരിയല്ല. സാർ എൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈമിൽ തന്നെ ഇതിലോട്ട് ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്നോടൊരു കമ്മിറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 2 lakhs അച്ചീവ് ചെയ്യുന്ന സമയത്ത് അതിലൊരു 1 lakh എടുത്തിട്ട് എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് വർക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ പ്രോബ്ലം. അത് മാറിയിട്ട് ചെയ്യാൻ സമയമില്ല എന്നുള്ളതായിരുന്നു. എൻ്റെ പേര് ആർട്ടിസ്റ്റ് സുബിന്നാണ്. ഞാനൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഒരു ആർട്ട് ബിസിനസ് കോച്ച് കൂടിയാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് പോർട്രേറ്റ് ടൂൾസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ്. കുറേ വരയ്ക്കുക, കാശുണ്ടാക്കുക എന്നതിനപ്പുറം വരച്ചു കൊടുത്തിട്ടുള്ള കുറേ പേര് അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ പങ്കുചേരാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഫോർ മണി എന്ന് മാത്രമല്ലാതെ അവരെ കുറേ പേര് വരയ്ക്കുന്ന സമയത്ത് അവരുടെ കണ്ണ് നിറയുന്നതും അങ്ങനത്തെ ഒത്തിരി സിറ്റുവേഷൻസും കാര്യങ്ങളും ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. സോ കുറേ പേരുടെ മൊമെന്റ്സ് ഭയങ്കര എക്സൈറ്റഡ് ആക്കുന്നത് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ചിലരുടെയൊക്കെ ലൈഫ് തന്നെ ഞാൻ കാരണം ബെറ്റർ ആയി കഴിഞ്ഞാൽ നല്ലതല്ലേ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഒരു ആർട്ട് ബിസിനസ് കോച്ച് എന്നുള്ള രീതിയിലോട്ട് എനിക്ക് മാറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഒരു 80% ഓഫ് ആൾക്കാർ അവർ ചെയ്യുന്ന ജോബിലാണെങ്കിലും കാര്യങ്ങളിലാണെങ്കിലും സാറ്റിസ്ഫൈഡ് അല്ലാത്തവരോ അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യമില്ലാത്തവരാണ്. കാരണം ഒരു ഇൻകം സോഴ്സ് എന്നുള്ളതിനപ്പുറം അവർക്കതൊരു എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് ഏറ്റവും വലിയൊരു പാഷനെ, നമുക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു കാര്യത്തെ നമ്മുടെ പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അടിപൊളിയല്ലേ. സോ അത്തരത്തിൽ നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട്. സോ അവരിൽ ആ ഒരു പാഷനെ തന്നെ, അവരുടെ ആ ഒരു ഏറ്റവും വലിയ ഇഷ്ടത്തെ തന്നെ അവരുടെ ഒരു പ്രൊഫഷനാക്കി മാറ്റാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പുതുതായിട്ട് ചൂസ് ചെയ്തിട്ടുള്ള ഒരു മിഷൻ എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഒരു ഈസി ടാസ്കോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. പലരും ഇപ്പോൾ പറയാറുണ്ട് നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നുണ്ട്, എനിക്ക് നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ പേര് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്കും അതിനനുസരിച്ചുള്ള പരിശ്രമം പ്രാക്ടീസും തന്നെയാണ് ഏതൊരു ആർട്ടിസ്റ്റിനെയും പോലെ തന്നെ ഇനി ഈ ഒരു കാര്യത്തിലോട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഏറ്റവും വലിയ സക്സസിന് കാരണം എന്ന് പറയുന്നത് എൻ്റെ പ്രോബ്ലംസ് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ഓരോ പ്രോബ്ലംസ് ഞാൻ ലാസ്റ്റിൽ പറയുന്ന സമയത്ത് എത്തരത്തിലാണ് അത് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നേ എന്ന് ഞാൻ പറയുന്നുണ്ടായിരിക്കും. എൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എനിക്ക് തുടക്ക സമയത്തൊക്കെ എനിക്ക് നന്നായിട്ട് വരയ്ക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഈ ബോൺ ആർട്ടിസ്റ്റ് എന്നൊക്കെ പലരും പറയില്ലേ, അത്തരത്തിൽ എനിക്ക് യാതൊരു സ്കില്ലും ഉണ്ടായിരുന്നില്ല. തുടക്ക സമയത്തൊക്കെ നന്നായിട്ട് വരയ്ക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ യാതൊരു രീതിയിലും എന്നെക്കൊണ്ട് പറ്റുന്ന ഒന്നായിരുന്നില്ല അത്. ചെറുപ്പകാലത്തൊക്കെ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, സ്കൂളിൽ ഡ്രോയിങ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. 50 രൂപ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു അന്നത്തെ ഫീസ്. അത് തന്നെ അന്ന് വലിയൊരു എമൗണ്ട് ആയിരുന്നു. ഞാൻ വീട്ടിലൊക്കെ അമ്മയോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേ ടൈമിൽ പറഞ്ഞിട്ടും സമ്മതിക്കാത്ത സമയത്തേക്കും പിന്നെ വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു 10th ഒക്കെ കഴിഞ്ഞ സമയത്താണ് കയ്യിൽ ആദ്യമായിട്ട് ഫോൺ, ഇന്റർനെറ്റുള്ള ഫോണൊക്കെ കയ്യിൽ കിട്ടുന്നുണ്ടായിരുന്നത്. ആ ഒരു ടൈമിലാണ് ആർട്ടിലോട്ടുള്ള എൻ്റെ എൻട്രി എന്ന് പറയുന്നത്. നെറ്റ് കയറ്റാനുള്ള കയ്യിൽ കാശും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വോഡോഫോണിൽ 2 മണി മുതൽ 4 മണി വരെ
ഫ്രീ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ ഒരു 2G ഇന്റർനെറ്റ് ഒക്കെ ആയിരിക്കും, ഒട്ടും സ്പീഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു ടൈമിൽ ഓരോരുത്തർ വരയ്ക്കുന്ന വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് എൻ്റെ ആശുപത്രിയിലെ കടന്നു വരിക എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റാർട്ടിങ് ഫേസ് കഴിഞ്ഞു, കുറച്ചൊക്കെ വരയ്ക്കാനായി. +1 സ്റ്റേജിലേക്ക് എത്തിയ സമയത്ത് ഞാൻ കുറച്ചൊക്കെ വരയ്ക്കും, എന്നിട്ട് കുറേ എഡിറ്റ് ചെയ്യും. പിക്സാർട്ടിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ എഡിറ്റ് ചെയ്തിട്ട് അതാണ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. എൻ്റെ ഈ ഒരു +1 സ്റ്റേജിൽ എത്തുന്ന സമയത്ത് എൻ്റെ കൂടെ നന്നായിട്ട് വരയ്ക്കാറിയൊരു കൂട്ടുകാരുണ്ടായിരുന്നു. നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടി ഇരുന്ന് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയൊക്കെ ചെയ്യുമല്ലോ. സോ അത്തരത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിരിക്കുന്ന സമയത്ത് എൻ്റെ വേറൊരു കൂട്ടുകാർ, നിനക്ക് ഇവനെ പോലെ വരയ്ക്കാനൊന്നും അറിയില്ലല്ലോ, ജസ്റ്റ് ഇങ്ങനെ എഡിറ്റ് ചെയ്തിടല്ലേ ചെയ്യുന്നുള്ള രീതിയിൽ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാനും നല്ല രീതിയിൽ തമാശ രീതിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്ത് ചിരിച്ച് തള്ളിയെന്നുണ്ടെങ്കിലും അത് എൻ്റെ മൈൻഡിൽ നല്ല രീതിയിൽ കൊണ്ടിട്ടുള്ളതായിരുന്നു. കാരണം ഞാനൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരിച്ചുള്ളതായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവർക്ക് അത് തോന്നുന്നില്ല എന്നുള്ള എനിക്ക് അപ്പോൾ മനസ്സിലായി. പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് വരച്ചുകൊണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ക്ലിക്കായി. അത്യാവശ്യം ഇപ്പോഴുള്ള എൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഫസ്റ്റ് ടൈം വരച്ചാണത്. പക്ഷെ അത് നല്ല ക്ലാസ്സിൽ എല്ലാവർക്കും ക്ലിക്കായി. ഒരുപാട് പേര് പിന്നെ ഓർഡർ തന്നു, വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. ഓർഡർ ആയിട്ടല്ല, വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ എനിക്ക് കുറെ കാലത്തോളം പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ടൈമിൽ അവരെന്നെ ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലായിരുന്നു ഞാൻ അന്ന് രാത്രി ഇവരുടെ രണ്ടുപേരും വരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറെ കാലം എനിക്ക് വരയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എത്ര നോക്കി കഴിഞ്ഞാൽ പിന്നെ ട്രൈ ചെയ്യാറില്ലായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി ഒക്കെ എത്തിയ സമയമാകുമ്പോഴത്തേക്കും കുറേശ്ശെയൊക്കെ വരയ്ക്കാനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. കുറേ പേര് വരയ്ക്കാനായിട്ട് തന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റത്തെ ഇൻകം എന്ന് പറയുന്നത് 2 പൊറോട്ടയും അതിൻ്റെ കറിയൊക്കെ ആയിരുന്നു. കാരണം എല്ലാവരും വരയ്ക്കാനായിട്ട് തരും, അത് കഴിഞ്ഞിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ഫുഡ് മേടിച്ച് തരും. അതായിരുന്നു ഒരു ഫസ്റ്റ് ഇൻകം എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ എന്നോടൊരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു 100 രൂപയെങ്കിലേക്ക് മേടിച്ചിട്ട് ഡ്രോയിങ് ചെയ്ത് കൊടുത്തൂടെയാണ്. അപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 100 രൂപക്ക് കൊടുത്തിട്ട് ആരാടാ ഡ്രോയിങ് എൻ്റെ അടുത്ത് മേടിക്കുക എന്നുള്ളത്. ആക്ച്വലി നമുക്ക് നമ്മുടെ സ്കില്ലിനുള്ള വാല്യൂ എന്താണെന്ന് പോലും നമുക്ക് തന്നെ അറിയാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അന്ന് എനിക്ക് 2 പൊറോട്ടയും കറിയും മേടിച്ചെന്ന് വരപ്പിച്ച് വന്ന കൂട്ടുകാരന് 4 വർഷങ്ങൾക്ക് ഇപ്പുറം 10,000 റുപ്പീസിന് ഞാനൊരു ഡ്രോയിങ് ഒരു 2 months മുന്നേ അങ്ങോട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അതിനുശേഷം ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്കൊരു അക്കൗണ്ടിങ് കോഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു എക്സാം ചെയ്ത സമയത്ത് എനിക്ക് അക്കൗണ്ടിങ് കോഴ്സ് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നി അതല്ല എൻ്റെ ഒരു ഏരിയ, എനിക്കത് ഒട്ടും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അതിലൂടെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. സോ ആ ഒരു ടൈമിലാണ് ഞാൻ കൊച്ചിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടത്. ഒരു ആനിമേഷൻ VFX കോഴ്സാണ് അത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ആക്ച്വലി കമ്പ്യൂട്ടർ ജസ്റ്റ് യൂസ് ചെയ്യാൻ പോലും അറിയില്ല. എൻ്റെ അടുത്ത് കമ്പ്യൂട്ടർ ഇല്ല, എനിക്ക് അറിയുന്ന ആരുടെ അടുത്തും കമ്പ്യൂട്ടർ ഇല്ല. പക്ഷേ ആനിമേഷൻ VFX ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഞാൻ ആദ്യം വീട്ടിലൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും സമ്മതിച്ചില്ല. അതായത് നാട് വിട്ട് എന്ന് പറയുന്നൊന്നും ആ ഒരു ടൈമിൽ ഞാനൊരു നാട്ടിൻ പുറത്തുനിന്ന് വരുന്നത്. സോ അപ്പോൾ അതൊന്നും അത്ര ഇതായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി പ്രഷർ ചെയ്ത് വണ്ടി കയറി കൊച്ചിയിലെത്തിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നാട്ടിൻ പുറത്തുനിന്ന് വരുന്നത്. ഇവിടെയാണെങ്കിൽ ഫുള്ള് മെട്രോ, ഹെവി സിറ്റീസ്, നല്ല ഫുള്ളി AC ക്ലാസ് റൂംസ്. അത് കണ്ടോടുകൂടി ഞാൻ ഫ്ലാറ്റ് ആയി പോയി. എൻ്റെ ഫ്രണ്ട് ഒരുത്തൻ ലുലുമാളിൽ KFCയിൽ എനിക്ക് വർക്ക് വാങ്ങിയിരുന്നു. ഫസ്റ്റ് അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് ശരിക്കുള്ള റിയാലിറ്റിയിലോട്ട് വന്നു തുടങ്ങി. ശരിക്കും എനിക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ജോബായിരുന്നില്ല. രാവിലെ ഫുൾ ടൈം വർക്ക് ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞ് കുറച്ച് ടൈമാണ് എനിക്ക് ക്ലാസ് ഉണ്ടാവുക. രാവിലെ 7 to 9 വരെ എങ്ങാണ്ടായിരുന്നു. രാത്രി എല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് നടന്നിട്ടാണ് പോവുക. അന്ന് പോയി അവിടെ കിടന്ന് രാവിലെ ഉറങ്ങാനായിട്ടൊരു 2 മണിയൊക്കെ ആവും. എന്നിട്ട് രാവിലെ 6 മണിക്ക് എനിക്ക് ക്ലാസ്സിന് പോകണം. ഒട്ടും എനിക്ക് എണീക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അധിക ദിവസങ്ങളിലൊക്കെ എന്താ പറയുക, ക്ലാസ് കിടന്നിട്ട് ഉറങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലാസ്സിന് പോകാൻ വേണ്ടി ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോബിന് പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും അതിന് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഫിനാൻഷ്യലി നല്ല സ്ട്രഗിൾ ആയിരുന്നു. പല ദിവസങ്ങളിൽ രാവിലെ എണീക്കില്ല, ക്ലാസ് ഇല്ലാത്ത ദിവസം. രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം കിട്ടുന്ന എമൗണ്ട് ഒന്നും തികയുന്നുണ്ടായിരുന്നില്ല. ഫീസ് കൊടുക്കുക, ബാക്കി കൊടുത്തു കഴിഞ്ഞാൽ അധികം ദിവസങ്ങളിലും 2 നേരമായിരുന്നു ഫുഡ് എന്ന് പറയുന്നത്. രാത്രിയൊക്കെ ഒരു 10 രൂപയുടെ മാഗി പാക്കറ്റ് കൊണ്ടുവന്നിട്ട് അതും ഷെയർ ചെയ്ത് കഴിച്ച് എനിക്ക് ഓർമ്മയുണ്ട്.
സോ അന്ന് വല്ലാതെ മെലിഞ്ഞൊട്ടി ഡെയിലി ഫുഡ് പോയിസൺ അടിച്ച് അങ്ങനത്തെ ഒരു ടൈമായിരുന്നു അതെന്ന് പറയുന്നത്. ദെൻ ഞാൻ എപ്പോഴും പോകാൻ ആഗ്രഹിച്ചിരുന്ന സ്ഥലം ഉണ്ടായിരുന്നു മാളിൽ. ഞാൻ ലുലു മാളിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, KFC-യിലായിരുന്നു. ആ ഒരു ടൈമിൽ അതിൻ്റെ ഏറ്റവും ബേസ്മെൻറ്റിലായിട്ട് ഒരു ആർട്ട് ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ അവിടെ പോയി നിൽക്കുക, ഓരോരുത്തർ വരയ്ക്കുന്നത് കാണും. എന്താ പറയുക, ഫുൾ ടൈം ഞാൻ അവിടെ തന്നെ ഉണ്ടാവും, അവരുടെ കൂടെ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. അവിടെ തന്നെ ഒരു ജോബ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്, അവിടെ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള സാലറി ഉണ്ട്, നല്ല ഇഷ്ടപ്പെട്ട ജോബാണ്, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ജോലി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആർട്ട് സ്കിൽ അത്ര പോരാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒഴിവാക്കി. അത് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എന്ന് പറയുന്നത്. ദെൻ എനിക്ക് ഒട്ടും ആ ഒരു KFC-യിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. ദെൻ ഞാൻ അവിടെ നിന്ന് റിസൈൻ ഇട്ടിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. എങ്ങനെയാണ് ആർട്ട് സെല് ചെയ്യുക എന്നുള്ളതൊക്കെ പഠിക്കാനായിട്ടായിരുന്നു പിന്നീട് ശ്രമം ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പോസ്റ്റേഴ്സ് ഒക്കെ അടിച്ചിറക്കിയിട്ട് കുറേ സ്ഥലത്തൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ എവിടെയെങ്കിലും വർക്കുകൾ കിട്ടുമൊക്കെ എന്ന് വിചാരിച്ചു. പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് പിന്നീട് മനസ്സിലായി. ദെൻ കുറേ ആർട്ടിസ്റ്റുകളെ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ആർട്ട് സെല് ചെയ്യാനായിട്ട് പറ്റുക, എങ്ങനെ ആർട്ട് വർക്കിൽ കിട്ടുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരും എനിക്ക് കറക്റ്റായിട്ടുള്ള ഇതൊന്നും പറഞ്ഞില്ല, വല്ല ജോബിനും പൊക്കും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ എങ്ങനെയെങ്കിലും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പിടിച്ചു നിൽക്കണം എന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ കുറേ ആർട്ട് ഗാലറിയിലൊക്കെ വിളിച്ച് ചോദിച്ചു, പെയിൻറ്റിങ് എല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ എമൗണ്ട് കിട്ടുമെന്ന് ചോദിച്ചു. അതുപോലെ സ്റ്റുഡിയോസിലൊക്കെ കുറേ സ്റ്റുഡിയോസിലൊക്കെ കയറിയിട്ട് ഡ്രോയിങ് മോഡൽ വെച്ചു, എവിടെന്നെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു ഒറ്റ ഓർഡറെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം എമൗണ്ട് കിട്ടും എന്നുള്ള രീതിയിൽ. പക്ഷെ എല്ലായിടത്തും ഫെയിലായിരുന്നു. ദെൻ എല്ലാം മതിയാക്കി ഞാൻ പോവാം എന്നോർത്ത് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വാട്സപ്പിൽ ഫേസ്ബുക്ക് ആർട്ടിസ്റ്റ് കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. സോ അവിടെ ഞാൻ ആരെങ്കിലും കൊച്ചിയിലുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ആദർശ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. സോ അവൻ ഇവിടെ ഉണ്ട്, അവൻ കൊച്ചിയിൽ ഒബ്രോ മാളിൽ ആർട്ടിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവൻ ഞാൻ ചോദിച്ച സമയത്ത് തൃശ്ശിയിലോട്ട് എങ്ങാണ്ട് മാറിപ്പോവായിരുന്നു, അവിടെ ഒരു പുതിയ വാഷ് ഷോപ്പ് ഇട്ടിട്ട്. ഞാൻ അവിടെ പോയി എൻ്റെ ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. ദെൻ അവിടെ എനിക്ക് ജോബ് കിട്ടി. ഒരു 2 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ജോബ്, നല്ല ചുറ്റും ഒത്തിരി പെൻസിൽസ്, കുറേ വർണ്ണങ്ങൾ വരച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി, ബെറ്റർ ആയിട്ടുള്ള സാലറി ഉണ്ട്, അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 നേരം ഫുഡ് കഴിക്കാനായിട്ട് പറ്റും, ഫുഡ് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാനെന്ന് പറയുന്നത്. കുറേ കാലം ഹെവനായിരുന്നു. പിന്നീട് കൊറോണ വന്നു. പിന്നീട് ഞാൻ ജോയിൻ ചെയ്ത സമയത്താണെങ്കിലും ഒരു 8 മാസത്തോളം പ്രോപ്പറായിട്ടുള്ള സാലറിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ വർക്ക് ചെയ്ത്. പിന്നീട് ഞാൻ പ്രോപ്പറായിട്ട് അവിടെ നിന്ന് റിസൈൻ ഇട്ടിട്ട് എങ്ങനെയാണ് ആർട്ട് പഠിക്കുക, ആർട്ട് സെല് ചെയ്യുക എന്നുള്ളത് പഠിക്കാനായിട്ട് ശ്രമിച്ചു. എൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ ആർട്ട് ഷോപ്പിലും ലക്ഷങ്ങൾ മന്ത്ലി സെയിൽസ് കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ടാർഗറ്റ് ഉണ്ടായിരുന്നു, 1.5 ലക്ഷത്തിനടുത്തൊക്കെ സെയിൽ നടന്നാൽ മാത്രമാണ് 10,000 കൂടെ 2,000 രൂപ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ടായിരുന്നത്. അതായത് ഞാൻ 1.5 ലക്ഷം രൂപയ്ക്ക് വരച്ചു കൊടുത്താലായിരുന്നു എനിക്ക് 2,000 രൂപയുടെ ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ടായിരുന്നത്. സോ അത്തരത്തിലൊരു പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു പോസിബിലിറ്റി കണ്ടുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള എല്ലാവരും ഫെയിൽ ആവുക ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫ്രീലാൻസ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള എല്ലാവരും റെഗുലർ ആയിട്ട് വർക്കിൽ കിട്ടാതെ ഫെയിൽ ആയിപ്പോയി. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ആർട്ട് സെല് ചെയ്യുക എന്നുള്ളത് പഠിക്കാനായിട്ട് ശ്രമിച്ചു. ആദ്യമൊക്കെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ഫേസ്ബുക്കിലൊരു ഏരിയ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഒത്തിരി വർക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഡൗൺ ആയി. ദെൻ പിന്നീടാണ് കുറെ കൂടി പഠിച്ച സമയത്ത് സാറിൻ്റെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മീറ്റിങ്ങിൽ സാർ എന്നോട് ചോദിച്ചു, ഒരു ഗോള് സെറ്റ് എന്ന് പറഞ്ഞു. മന്ത്ലി അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോള് സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. എനിക്ക് ആക്ച്വലി എൻ്റെ ഡ്രീംസ് പോലും വളരെ ചെറുതായിരുന്നു. എങ്ങനെയാണ് ഇത്തിരി വലിയ എമൗണ്ടൊക്കെ ഉണ്ടാക്കാൻ, ഓരോരുത്തരും ഫുള്ളി ബിസിനസ്മാരാണ്. ഓരോരുത്തർ പറയുന്ന ഗോൾസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഉദ്ദേശിച്ചുള്ള ഒരു 50,000 ഗോൾ ഞാൻ സെറ്റ് ചെയ്തു. അതെനിക്കറിയായിരുന്നു, എനിക്ക് ഒരിക്കലും അത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. ദെൻ അത് സെറ്റ് ചെയ്തു. സാർ അത് കണ്ടിട്ട് പറഞ്ഞു, എന്താ ഇത് എഴുതി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു. അത് വെട്ടിയിടുന്നു പറഞ്ഞു. വെട്ടിയിട്ടിട്ട് ഒരു 2 lakh ഗോൾ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. 50,000 ഞാൻ എങ്ങനെ എഴുതി വെച്ചതാണ്. ആ ഒരു ടൈമിലാണ് 2 lakh ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആദ്യം തമാശയാണ് തോന്നിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും എഴുതി സെറ്റ് ചെയ്തു, പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു. പക്ഷെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു അവാർഡ് കിട്ടി. 1 lakh per month അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞു. അതെല്ലാം ആർട്ടിലൂടെ ആയിരുന്നു. സോ അതിൽ പിന്നീട് എനിക്ക് 2 lakhs അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പെർ മന്ത്. പക്ഷെ അതിനേക്കാൾ കിട്ടിയിട്ടുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് കൂടുതലായിട്ട് സന്തോഷം കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. സാർ എൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈമിൽ തന്നെ
ഇതിലോട്ട് ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്നോടൊരു കമ്മിറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 2 lakhs അച്ചീവ് ചെയ്യുന്ന സമയത്ത് അതിലൊരു 1 lakh എടുത്തിട്ട് എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു, ഒരു 1 lakh എടുത്ത് എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ പറയുന്നത്. അത് ആ ഒരു ടൈം വരെയുള്ള എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കണക്കാക്കുമായിരുന്നു. ദെൻ അതിനുശേഷം എനിക്ക് വർക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ പ്രോബ്ലം. അത് മാറിയിട്ട് ചെയ്യാൻ സമയമില്ല എന്നുള്ളതായി. ആർട്ട് വർക്കുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ചെയ്യാൻ സമയമില്ല, എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. സോ അത്തരത്തിൽ വർക്കുകൾ വന്നു തുടങ്ങി. നെക്സ്റ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. ഞാൻ സാറിനോട് ചോദിച്ചു എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സാറ് ആസ് യൂഷ്വൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ നീ ചെയ്യുന്ന ഈ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരിക്കും, അവരെ പഠിപ്പിച്ചു കൊടുക്കൂടെ എന്ന് ചോദിച്ചു. ആക്ച്വലി ഫസ്റ്റ് ഞാൻ നല്ല സെൽഫിഷ് ആയിരുന്നു. ഞാനിതെല്ലാം എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വർക്കുകളൊന്നും കിട്ടിയില്ലെങ്കിലോ എന്നുള്ള തോന്നൽ ഫസ്റ്റ് ടൈമിലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ദെൻ കൂടുതലായിട്ട് ചിന്തിച്ച സമയത്ത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പേര് ആ ഒരു മൊമെന്റ് എക്സൈറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പേരുടെ ലൈഫ് കൂടി ബ്യൂട്ടിഫുൾ ആവാനായിട്ട് ഞാൻ കാരണക്കാരനായി കഴിഞ്ഞാൽ അത് ബെറ്റർ ആയെന്ന് തോന്നി. ആദ്യം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആർട്ട് ഷോപ്പൊക്കെ ഇടാന്നുള്ളതായിരുന്നു. എന്നിട്ട് ആർട്ട് വർക്കിൽ കുറേ എടുക്കുക, ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായതായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ വരയ്ക്കുന്ന ചിത്രത്തിന് നമ്മളൊരു സൈൻ പോലും ഇടാനായിട്ട് പറ്റില്ല. നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ ഫുള്ളി ക്രെഡിറ്റ് ആ ഒരു ഷോപ്പിലായിരുന്നു പോകുന്നുണ്ടായിരിക്കുക. നമ്മുടെ യാതൊരു എക്സിസ്റ്റൻസും ഉണ്ടായിരിക്കില്ല. നമ്മൾ അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു സീറോ ആയി പോകും. സോ അത്തരത്തിൽ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആർട്ട് സെല് ചെയ്യുക എന്നുള്ളത് പഠിപ്പിക്കുക എന്നായിരുന്നു എൻ്റെ ഉള്ള പിന്നിലുള്ള ശ്രമം എന്ന് പറയുന്നത്. ദെൻ അതും ഒട്ടും എളുപ്പമായിരുന്നില്ല. എൻ്റെ ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. 1 lakh per month അച്ചീവ് ചെയ്ത സമയത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിലും അവസ്ഥ ഭയങ്കര ശോകമായിരുന്നു. ക്യാമറയിൽ നോക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ലൈറ്റിങ് ശരിയല്ല, ഒന്നും ശരിയല്ല. സോ ആ ഒരു അവസ്ഥയിൽ നിന്ന് വേണം എനിക്ക് ഇത്തരത്തിലോട്ട് മാറിയെടുക്കാനായിട്ട്. കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം നിന്നിട്ടുള്ളൊരു റൂം എന്ന് പറയുന്നത് ഹോസ്റ്റൽ ടൈപ്പ് ആയിരുന്നു. കുറേ പേരുണ്ട് അവിടെ. എല്ലാവരും നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് വീഡിയോ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മളൊന്ന് വീഡിയോ എടുത്ത് വരുമ്പോഴായിരിക്കും ബാക്കിയുള്ളവർ വരുന്നുണ്ടായിരിക്കുക. നമ്മൾ ബാക്കി എല്ലാവരും ജോബിന് പോയി എന്ന് വിചാരിച്ച് ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നിൽക്കുമ്പോഴായിരിക്കും വേറെ ആരെങ്കിലും വന്ന് വാതിൽ കൊട്ടുന്നുണ്ടാവുക. കുറേ ക്രൗഡായിരുന്നു. ഒരു 4 പേര് ഒരു റൂമിനുള്ളിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അവിടെ നിന്ന് എനിക്ക് വിട്ടു പോരേണ്ടി വന്നു. എല്ലാം നിർത്തി ഞാൻ നാട്ടിലോട്ട് പോയി. ദെൻ അവിടെയാണ് ബാക്കി കാര്യങ്ങൾ എനിക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാകുന്നത്. സ്റ്റാർട്ടിങ് ടൈമിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ പ്രസൻസ് തന്നെ ആയിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. ഇപ്പം ഞാൻ സ്റ്റേജിൽ കിടന്ന് വരയ്ക്കുന്ന പോലെ എപ്പോഴും വീഡിയോ എടുക്കുമ്പോഴും ഞാൻ ഫസ്റ്റ് ടൈം നല്ല വരയ്ക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടത് ഞാൻ ഓക്കെ ആക്കി എടുത്തു. ദെൻ ടൈം എന്ന് പറയുന്നത് മറ്റൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വരയ്ക്കാൻ വരുന്ന വർക്കുകൾ തന്നെ മാനേജ് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല. അതിനിടയ്ക്ക് വീഡിയോ എടുക്കാനും ക്ലാസ് കൊടുക്കാനും ഒന്നും പറ്റുന്നില്ല. സോ ടൈം എനിക്ക് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. മന്ത്ലി 1 lakh എബോ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് ഫുള്ളി സ്റ്റോപ്പ് ചെയ്തു. ഞാൻ കുറേ കാലം ട്രൈ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. ഫുള്ളി സ്റ്റോപ്പ് ചെയ്തു. ഇനി ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ് കൊടുക്കലാണെന്ന് വിചാരിച്ചാൽ എനിക്ക് എൻ്റെ കയ്യിലുള്ള എമൗണ്ട്സ് മൊത്തം ഞാൻ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ക്യാമറ എടുത്തു, ലാപ്പ് എടുത്തു, അതുപോലെ ഐപാഡ് എടുത്തു, ഓഫീസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ ബാലൻസും കാര്യങ്ങളൊന്നും വല്ലാണ്ട് ഇല്ലാത്ത സമയത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഇൻകത്തിനെ മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ആർട്ട് ബിസിനസ് കോച്ച് എന്നുള്ള രീതിയിലോട്ട് എനിക്ക് മാറാനായിട്ട് ഞാൻ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് വെബിനാർ എന്ന് പറയുന്നത് ഈ വർഷം January 1st ആയിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അതിൻ്റെ ഒരു ഫയറിൽ ഞാൻ അനൗൺസ് ചെയ്തു, വെബിനാർ എന്താണെന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തു. പക്ഷേ ഫസ്റ്റ് എല്ലാവരും കൂടി വന്ന സമയത്ത് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. എന്നിട്ട് ഞാൻ വെബിനാർ ക്ലോസ് ചെയ്തു. ഞാൻ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്തു. സോ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് വെബിനാർ എക്സ്പീരിയൻസ്. എന്നിട്ട് കുറേ ടൈം എടുത്തു, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു, നല്ല രീതിയിൽ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്തു, ക്യാമറ പർച്ചേസ് ചെയ്തു, അതെല്ലാം ചെയ്തിട്ട് ദെൻ സെക്കൻഡ് വെബിനാർ ഞാൻ പ്ലാൻ ചെയ്ത സമയത്ത് എനിക്കറിയാം ഒരു സെയിൽസും ഉണ്ടാവില്ല. എനിക്കറിയാം മര്യാദയ്ക്കൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന് മാത്രമായിരുന്നു എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ഫസ്റ്റ് വെബിനാറിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുന്നതിലപ്പുറമായിരുന്നു. കാരണം ഒരു 10 രജിസ്ട്രേഷനാണ് ഫസ്റ്റ് വെബിനാറിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ എമൗണ്ട് ഡിഫറെൻ്റ് ആക്കിയിട്ടും ഒരു 2 weeks മുന്നേ എങ്ങാണ്ട് ഞാൻ ഒരു 2 മണിക്കൂർ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ 25,000 എമൗണ്ട് ആണ് എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഞാനൊരു ആർട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5 ദിവസം എങ്ങാണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് വരച്ചേണ്ട സംഭവമാണ് ഒരു 2 മണിക്കൂർ ക്ലാസ് എടുത്ത് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഇത്രയും വലിയൊരു പോസിബിലിറ്റി തന്നെ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുമായിരുന്നു. ഏറ്റവും
വലിയ ഒരു റിസ്കി ആയിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നത്, ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു റിസ്കി ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റായിട്ട് മാറുക എന്നുള്ളതിനായിരുന്നു. എൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്, നമ്മൾ ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താ? വരയ്ക്കാനുള്ള അയാളുടെ കൈയാണ്. എൻ്റെ ഈ കൈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ പല ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സും പോയി, വലത് കൈ മാത്രം എന്താ പറയുക മസിൽസ് വേസ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടു, ആർക്കും എന്താ സംഭവം എന്ന് പോലും അറിയില്ല. അത്തരത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് ഇവരോട് രണ്ടുപേരോടാണ്. ഹോൾ ഫൈസീവ് എന്ന് പറഞ്ഞിട്ടുള്ള കൊച്ചിയിലുള്ള ഒരു ഫിസിയോതെറാപ്പി സെൻ്ററാണ്. എൻ്റെ അടുത്ത് ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ ചെന്ന സമയത്ത് എൻ്റെ കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരുന്നു ഞാൻ അതിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ ഒരു ഫിസിയോ ചെയ്യണം എന്ന് വിചാരിച്ച് വന്ന സമയത്ത് 1-2 ദിവസം ഫിസിയോ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്കുള്ള കാശ് എൻ്റെ അക്കൗണ്ടിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ ഫസ്റ്റ് ആഷ്ലി സാറിൻ്റെ അടുത്തോട് ചെന്നു. എന്നിട്ട് എൻ്റെ സിറ്റുവേഷൻസ് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. ആ ഒരു ടൈമിൽ സാർ എന്നെ കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്തോട് പറഞ്ഞു വിട്ടു. ഞാൻ ആദ്യം വിചാരിച്ചത് എല്ലാ ഡോക്ടേഴ്സും ചെയ്യുന്ന പോലെ തന്നെ കുറേ പേര് ഇങ്ങനെ കൺസൾട്ട് ചെയ്യിക്കാനായിട്ട് വരിക അങ്ങനെ ആയിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനുശേഷം സാർ എന്നെ ഓഫീസിലോട്ട് വിളിപ്പിച്ചു. ഇതിൽ എന്താണ് സിറ്റുവേഷൻ ആർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല, നീ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ബെറ്റർ ആയിട്ട് പോകുമെന്ന് പറഞ്ഞു. ഇതിൻ്റെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓഫീസ് മറ്റൊരു സ്ഥലത്തുണ്ട്, അവിടെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ബെറ്റർ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും എല്ലാ ദിവസവും റിസപ്ഷൻ സെൻറ്ററിൽ പോകും, പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നോക്കും. എന്തോ ചെറിയ പേയ്മെൻറ്റ് എത്രയാണെന്ന് കൺഫ്യൂഷൻ ഉണ്ട്, ഡോക്ടറോട് ചോദിച്ചിട്ട് പറയാമെന്ന് എല്ലാ ദിവസവും ചെല്ലുമ്പോഴും പറയും. 4ാമത്തെ ദിവസം ഡോക്ടർ എന്നെ ഓഫീസിലോട്ട് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പേയ്മെൻറ്റിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് ബെറ്റർ ആയിട്ട് പോകുന്നു. അതും അത്രയും വലിയൊരു സ്ഥാപനമാണ്, എല്ലാ മൂവി സ്റ്റാർസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഹോൾ ഫിസിയോ എന്ന് പറയും. സോ ഈ ഒരു കുറേ കാലം ഞാൻ അവിടുന്ന് മാസങ്ങളോളം ഞാൻ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഫിനാൻഷ്യലി ഞാൻ ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഒരു ടൈമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് സാറിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു മെൻറ്റേഴ്സ് ഡേയിൽ. ആ ഒരു മെൻറ്റേഴ്സ് ഡേയിൽ സാറ് പറഞ്ഞു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് 10 പേരോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ ഓപ്പണായിട്ട്, എൻ്റെ ഫുള്ളി ഓപ്പണായിട്ട് ഈ 2 പേരെയും വിളിച്ചിട്ട്, ഒന്നെൻ്റെ ആ ഒരു ഡോക്ടറാണ്, അവിടുത്തെ നൃത്തം നടത്തുന്ന ഒരു ഡോക്ടറാണ്, മറ്റേന്ന് പറയുന്നത് എൻ്റെ ഫിസിയോ ആയിരുന്നു, നസീഹ എന്ന് പറയും, മറ്റേത് ആഷ്ലി സാറാണ്. സോ ഇവരോട് 2 പേരോട് ഞാൻ നല്ല രീതിയിൽ എൻ്റെ മനസ്സ് ഓപ്പണാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് സാർ എന്നോട് അന്ന് പേയ്മെൻ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അപ്പോഴാണ് ചോദിക്കുന്നത്, സാർ ആ ഒരു മെൻറ്റർഷിപ്പ് ഡേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ചോദിച്ചാന്ന്. സോ ആ ഒരു ടൈമിൽ സാർ പറഞ്ഞ ആൻസർ എന്ന് പറയുന്നത്, എൻ്റെ അപ്പോഴത്തെ ഒരു ഫേസ് കണ്ട സമയത്ത് തന്നെ സാറിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഹി നീഡ് ഹെൽപ്സ്. അതിൻ്റെ എല്ലാ കഴിവും ഉണ്ടായിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ചു. എന്നെ കണ്ട സമയത്ത് തന്നെ എൻ്റെ ഫേസ് നിന്ന് മനസ്സിലാക്കി, എനിക്ക് നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഐ നീഡ് ഹെൽപ്പ് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളത്. സോ ഒരാളെടുക്കുന്ന വളരെ ചെറിയൊരു ഡിസിഷൻ തന്നെ മറ്റൊരാളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യിക്കാനായിട്ട് പറ്റും. സോ അത്തരത്തിൽ സാറ് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ മൈൻഡ് സെറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ചെയ്യണം എന്നുള്ള കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്ന അപ്പോഴായിരുന്നു. അത്തരത്തിൽ കുറേയൊക്കെ കുറച്ച് പേരുടെയെങ്കിലും ലൈഫിൽ എനിക്കും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ചിലരുടെയൊക്കെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് കോൺട്രിബ്യൂഷൻ ആ ഒരു ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് എമൗണ്ട് മാറ്റി വയ്ക്കാറുണ്ട്. അത്തരത്തിൽ എനിക്കും ചിലരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ നമ്മളെടുക്കുന്ന വളരെ ചെറിയൊരു തീരുമാനങ്ങൾ വരെ, നമ്മൾ കൊടുക്കുന്ന വളരെ ചെറിയൊരു കോൺട്രിബ്യൂഷൻസ് വരെ മറ്റൊരാളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും.